നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു കൊച്ചുമിടുക്കനാണ്. പക്ഷേ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന് അല്പം അഹങ്കാരവും അഹമ്മതിയും ധിക്കാരവും ധാർഷ്ട്യവും ഒക്കെ കൂടി വരികയാണോ എന്നൊരു സംശയമുണ്ട്. അത് മാത്രമല്ല, മന്ത്രിമാരോടും മന്ത്രിമാരോടും ഒക്കെ ചെറിയ പുച്ഛം, ചിലരോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്നു മന്ത്രിമാരോട്. അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനോടും മറ്റും. ഇങ്ങനെ ഈ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരോട് കൈ ചൂണ്ടി സംസാരിക്കാൻ നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എവിടുന്ന ഇതിനുള്ള അധികാരം ലഭിച്ചത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെയാണ് സതീശനും സതീശൻ്റെ പാർട്ടിക്കും ഈ അഹമ്മതി അല്പം കൂടിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 18 സീറ്റല്ലയോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവർക്ക് കൊടുത്തത്. അതുമാത്രമല്ല, ദേശീയ തലത്തിൽ നോക്കിയാൽ നേരത്തെ 44 സീറ്റോ മറ്റോ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 99 സീറ്റ് കോൺഗ്രസിന് കിട്ടിയിരിക്കുക. 2 പേരെ വീണ്ടും കോൺഗ്രസിലേക്ക് 2 MP ചേരുകയും ചെയ്തു. ഇതൊക്കെ പോരാഞ്ഞിട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നല്ല കിടുക്കാച്ചി പ്രസംഗം. ആ പ്രസംഗത്തിനാണെങ്കിൽ ഇന്ത്യക്കുള്ളിൽ നിന്ന് മാത്രമല്ല പുറത്തു നിന്ന് പോലും വലിയ പ്രശംസ ലഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ അഹങ്കാരം വർദ്ധിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നും പറയാനില്ല. ഈ കേരള നിയമസഭയിൽ ഞങ്ങൾ 99 അംഗങ്ങളുണ്ട്. മൃഗീയ ഭൂരിപക്ഷമുള്ളൊരു ഭരണകക്ഷിയാണ്. അവർക്കെതിരെ വെറും 41 അംഗങ്ങളെ വെച്ചുകൊണ്ട് വളരെ സമർത്ഥമായിട്ടൊരു ചെറുത്തുനിൽപ്പ് കാഴ്ചവയ്ക്കുന്നതിന് സതീശൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ വലിയ സംശയങ്ങളൊന്നുമില്ല. അതും ഈ ചെറുസെറ്റിനെ നന്നായിട്ട് സമർത്ഥമായിട്ട് ഉപയോഗിച്ചാണ് സതീശൻ ഇത് നിർവഹിക്കുന്നത്. ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ, അതായത് ഇന്നലെ വ്യാഴാഴ്ച സമാപിച്ച സമ്മേളനത്തിൽ ഞങ്ങൾ കുറച്ച് ഡിമ്മായിപ്പോയി. അതൊരു ശരിയാണ്. കാരണം അതിന് കാരണങ്ങളുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സീറ്റ് മാത്രമല്ലേ ഞങ്ങൾക്ക് ലഭിച്ചുള്ളൂ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ. എതിർപക്ഷത്തിന് 18 സീറ്റ് കിട്ടി. മാത്രമല്ല BJP ഒരു സീറ്റ് കൊണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ ഒരു പിന്നാക്കം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ നിയമസഭ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് CPM-ൻ്റെയും CPI-യുടെയും സമ്മേളനങ്ങൾ, സ്റ്റേറ്റ് സമ്മേളനം, സ്റ്റേറ്റ് കൗൺസില്, ജില്ലാ സമ്മേളനം, കേന്ദ്ര കമ്മിറ്റി യോഗം, മേഖലാ തലത്തിലുള്ള റിപ്പോർട്ടിങ്, ഇതൊക്കെ നടന്നത് ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ ഇടയ്ക്കാണ്. ഞങ്ങളുടെ ക്യാപ്റ്റനെ ഈ യോഗങ്ങളിലെല്ലാം ഇട്ട് അലക്കിക്കളഞ്ഞു എന്നുള്ളൊരു സത്യമാണ്. അതിനിടയ്ക്കാണ് ഈ നിയമസഭ ചേരുന്നത്. അപ്പോൾ അവിടെ പ്രതിപക്ഷം ഈ സതീശനും കൂട്ടരും ഇതൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് വരും. അങ്ങനെ ഞങ്ങൾക്കൊരു ക്ഷീണം പറ്റി. അപ്പോൾ ഈ പ്രതിപക്ഷം അല്പം ഫോർവേഡ് കളിക്കുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ട് ഇത്ര ധിക്കാരം പാടുണ്ടോ? കൈ ചൂണ്ടി സംസാരിക്കാവോ? ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സംശയം അതാണ്. ഒരു മന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് കൈ ചൂണ്ടി സംസാരിക്കുക. നിങ്ങൾ നല്ല പ്രാസംഗികനാണെന്നും നിയമസഭയിൽ വളരെ തയ്യാറെടുപ്പുകളോടെ ഗ്രഹപാഠം ചെയ്തിട്ടാണ് വരുന്നതെന്നും അത്യാവശ്യം എല്ലാ വിഷയങ്ങളിലും വേണ്ട അറിവുണ്ടെന്നും ഒക്കെ എല്ലാവരും പറയുന്നുണ്ട്. ശരിയായിരിക്കും, അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷേ ഞങ്ങളുടെ മന്ത്രിമാരെ ധിക്കാരി എന്ന് വിളിച്ചാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ധിക്കാരി എന്ന് വിളിച്ചിട്ടില്ലെന്ന്. ഞങ്ങൾ പറയും ധിക്കാരി എന്ന് വിളിച്ചതാ. നിങ്ങൾ അങ്ങനെ വിളിച്ചത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടിക്ക് CPM-ന് 4 സീറ്റ് മാത്രമാണ് കിട്ടിയത്. കേരളത്തിൽ നിന്ന് 1, 3 മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്. ഈ 3 എണ്ണം നിങ്ങളുടെയും കൂടി ഔദാര്യത്തോടു കൂടി കിട്ടിയതാ. കോൺഗ്രസുമായി ചേർന്ന് സഹകരിച്ച് മത്സരിച്ചപ്പോൾ കിട്ടിയതാ. അതിൻ്റെ ഒരു ഹുങ്ക് നിങ്ങൾക്കുണ്ട്. ഈ 4 സീറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ AK ബാലേട്ടൻ പറഞ്ഞതുപോലെ അരിവാൾ ചുറ്റിക നക്ഷത്രം എടുത്ത് പരടത്ത് വെച്ചിട്ട് ഞങ്ങൾ വേറെന്തെങ്കിലും ചിഹ്നങ്ങൾ, മരപ്പെട്ടിയോ ഈനാമ്പേച്ചിയോ അതൊക്കെ എടുക്കേണ്ടി വരുമായിരുന്നു. ആ ഒരു വല്ലാത്ത പതനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചതിൽ നിങ്ങളുടെ പാർട്ടിക്ക്, കോൺഗ്രസ്സിന് അത്യാവശ്യം ഒരു പങ്കുണ്ട് എന്ന കാര്യം ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. അത് സമ്മതിച്ചു തരാൻ തയ്യാറുമാണ്. പക്ഷേ അക്കാര്യത്തിൽ നിങ്ങൾക്കെന്താ ഇത്ര പ്രത്യേകത? നിങ്ങളുടെ റോൾ എന്താണ്? ഞങ്ങളുടെ പ്രിയപ്പെട്ട രാഹുൽജിയുമായിട്ടുണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സഹകരണമെന്ന് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഞങ്ങളെ ഇവിടെ എതിർക്കാനുണ്ടായത്. അവിടെ രാഹുൽജിയും നമ്മുടെ യെച്ചൂരിജിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു കൂട്ടുകെട്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് 3 സീറ്റ് കിട്ടിയത്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശപ്പെടാനില്ല. സതീശ, 5 തവണ പറവൂരിൽ നിന്ന് ജയിച്ചിട്ടാണ് നിങ്ങളൊരു പ്രതിപക്ഷ നേതാവായത് എന്ന കാര്യം മറക്കരുത്. പക്ഷേ ഒരു തവണ മത്സരിച്ച് ജയിച്ച് അത്തവണ തന്നെ മന്ത്രിയായ നിങ്ങളെയൊക്കെ ഭരിക്കുന്ന
വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളുടെ നേർക്കാണ് നിങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്ന കാര്യം മറക്കുകയും ചെയ്യരുത്. നമ്മുടെ മന്ത്രി എം പി രാജേഷിനോടെ നിങ്ങൾ സ്പീക്കർ കളിക്കണ്ട എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവിന് എന്ത് അവകാശമാണുള്ളത്? രാജേഷ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഈ ധിക്കാരവും പുച്ഛവും കലർന്ന ഈ പെരുമാറ്റ രീതി കൊണ്ട് സ്പീക്കറെ പോലും സമ്മർദ്ദത്തിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്ന ഒരു കാര്യം പറഞ്ഞതിൻ്റെ ചുരുക്കമാണോ ഇത്? രാജേഷും സ്പീക്കറും തമ്മിൽ ഒരു ചെറിയ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടെന്നുള്ളത് ചില ദോഷൈകതൃക്കുകൾ പറഞ്ഞു നടക്കുന്ന ചില കാര്യങ്ങളാണ്. അതിനെ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. രാജേഷിന് സ്പീക്കർ കളിക്കണമെന്ന് തോന്നിയാൽ സ്പീക്കർ കളിക്കും, സ്പീക്കർ ചമയും. അത് ഞങ്ങളുടെ തീരുമാനമാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ്. ഒരിക്കൽ സ്പീക്കറായിരുന്നത് കൊണ്ട് എന്തു പറഞ്ഞാലും സ്പീക്കറെ കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു സംസാര രീതി നമ്മുടെ രാജേഷിനുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ അദ്ദേഹം സഭയിലിരിക്കുമ്പോൾ ഞാൻ സ്പീക്കറാണോ അതോ ഞാൻ മന്ത്രിയാണോ എന്നൊരു സ്ഥലകാല വിഭ്രാന്തി അല്ലെങ്കിൽ ഒരു സ്ഥാനകാല വിഭ്രാന്തി ഒക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത്, ഞാൻ ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത്, മന്ത്രിമാരുടെ ബെഞ്ചിലാണോ, ട്രഷറി ബെഞ്ചിലാണോ, അതോ സ്പീക്കർ ഡയസിലാണോ എന്നുള്ളൊരു സംശയം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരാറുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതുപോലെ തന്നെ ഈയിടെയായിട്ട് പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ചുമതല കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിയമസഭയിൽ എപ്പോൾ വേണമെങ്കിലും എന്തും പറയാമെന്നൊരു തോന്നൽ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്പീക്കർ കളിക്കണ്ട എന്നൊന്നും രാജേഷിനോട് പറയേണ്ട കാര്യമില്ല. അതിന് നിങ്ങൾക്ക് യാതൊരു അധികാരവും അവകാശവും ഇല്ല, മറന്നു പോകണ്ട. വ്യാഴാഴ്ച നമ്മുടെ ആർ ബിന്ദുവും രാജേഷുമൊക്കെ സ്പീക്കറുമായിട്ട് മല്ലടിക്കുമ്പോൾ നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽജി നല്ല ഉഷാറായിരുന്നില്ലേ, കൂടുതൽ ഉന്മേഷവാനായിരുന്നില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പണമില്ല ട്രഷറിയിൽ, അല്ലെങ്കിൽ ഖജനാവിൽ കാശില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും? അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പരാജയ കാരണങ്ങളുടെ ചർച്ചകൾ പല വേദികളിൽ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേട്ട ഒരു വകുപ്പ് ധനവകുപ്പാണ്, പിന്നൊന്ന് ആരോഗ്യ വകുപ്പാണ്. ധനവകുപ്പിൻ്റെ കാര്യത്തിൽ ഈ ആരോപണം ഉണ്ടാകാൻ കാര്യം ക്ഷേമ പെൻഷനുകൾ നൽകിയില്ല, DA കുടിശ്ശിക വരുത്തി, ഈ വക കാരണങ്ങളാൽ, അതായത് ധനവകുപ്പിന് ഉണ്ടായ വീഴ്ചകളുടെ ഫലമായിട്ട് ധാരാളം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ആരോപണം ഉണ്ടായി. ഇതൊക്കെ കേട്ട് സത്യത്തിൽ ഖജനാവിൽ കാശില്ല എന്നൊരു വസ്തുതയും അതിന് കൂടെ പറയാനുണ്ട്. ഇതൊക്കെ ഓർത്തും ഖജനാവിൽ കാശില്ലല്ലോ എന്ന് വിചാരിച്ചും വളരെ ദുഃഖിതനും ക്ഷീണിതനുമായിരുന്നു അദ്ദേഹം. പക്ഷേ ഇന്നലെ അദ്ദേഹം നല്ല ഉഷാറിലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സഭയിൽ അല്ലെങ്കിൽ സഭാ TV-യിൽ ഇത് കണ്ടവർക്കൊക്കെ അത് മനസ്സിലാവും. ഈ ചർച്ചയുണ്ടായത് സംസ്ഥാനത്ത് 10 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല എന്നുള്ളൊരു ആരോപണം അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തൽ നമ്മുടെ VD സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴാണ്. അത് ചിലപ്പോൾ ശരിയായിരിക്കും, VC-മാർ ചില സർവകലാശാലകളില്ല, അത് 10 സർവകലാശാലകളില്ല എന്നുള്ളത് വളരെ ശരിയാണ്. പക്ഷേ അത് ഞങ്ങളുടെ കുറ്റമാണോ? ഗവൺമെൻറ്റിൻ്റെ കുറ്റമാണോ? അത് ഗവർണറുടെ കുറ്റമല്ലേ? ഞങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോൾ, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സർവകലാശാലകളിൽ ഞങ്ങളുടെ VC-മാർ ഭരണം നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്. അതിനെ ഗവർണർ എതിർത്താൽ ഞങ്ങൾ അതിനെ എതിർക്കും, യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ VC-മാരില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, അവരില്ലാതെയും ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റി നടത്തും. അതുപോലെ തന്നെ സതീശന് മറ്റൊരു ചുരുക്ക്, VC-യുടെ നിയമനത്തിൽ മന്ത്രി ആർ ബിന്ദു ഇടപെടുന്നുവെന്ന്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി അല്ലാതെ പിന്നെ ആരാണ് VC-മാരുടെ നിയമനത്തിൽ ഇടപെടുക? നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഭരണത്തിന് കീഴിൽ ആരൊക്കെ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഭരിക്കണമെന്ന് അത് ഞങ്ങളുടെ തീരുമാനമാണ്. അതുപോലെ തന്നെ ഗവർണർ ഏതെങ്കിലും VC-യെ തലസ്ഥാനത്തു നിന്ന് മാറ്റിയാൽ യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടെടുത്ത് ചാൻസലറായ ഗവർണർക്കെതിരെ ഞങ്ങൾ കേസ് നടത്തുകയും ചെയ്യും. അതിനെയൊന്നും ചോദ്യം ചെയ്യാനോ വിരൽ ചൂണ്ടി സംസാരിക്കാനോ VD സതീശൻ ആളായിട്ടില്ല. നമ്മുടെ ബാലഗോപാൽജിയുടെ സന്തോഷത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണിത്? ഞാനത് സൂചിപ്പിച്ചു. ജോലിഭാരം കുറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞു. ഇതുവരെ അദ്ദേഹം ഈ ഖജനാവിൻ്റെ കാര്യമോർത്ത് സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി ആലോചിച്ച് മനസ്സുണ്ടാക്കി ഉള്ള ആരോഗ്യവും നഷ്ടപ്പെടുത്തി വല്ലാതെ ഖിന്നനായിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ധാരാളം കടമുണ്ട് നമ്മുടെ സർക്കാരിന്.
അടിമാലിയിൽ ചട്ടിയെടുത്ത് യാചക വൃത്തിക്കിറങ്ങിയ മറിയക്കുട്ടി അടക്കമുള്ളവരുടെ മുന്നിൽ സർക്കാർ കടക്കാരനായിട്ട് നിൽക്കുകയാണ്. ഈ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കടങ്ങളൊക്കെ തീർക്കുന്നതിന് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ വെട്ടിച്ചുരുക്കാൻ വേണമെങ്കിൽ സർക്കാരിന് തീരുമാനമെടുക്കാം. ചില പദ്ധതികൾ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. ഇതൊക്കെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ്, നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്, ഈ സർക്കാരിൻ്റെ ഖ്യാതിയായിട്ട് നമ്മൾ അവതരിപ്പിച്ചതാണ്. പക്ഷേ പെൻഷൻ, മറ്റാനുകൂല്യങ്ങൾ അതൊക്കെ കൊടുക്കാൻ സർക്കാരിന് കാശില്ലാതെ വരുമ്പോൾ ഈ പദ്ധതികൾ വെട്ടിച്ചുരുക്കാം എന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാലഗോപാലൻ്റെ ജോലിഭാരം കുറയുന്നു. ഖജനാവിനെ ഓർത്ത്, കാശില്ലാത്ത ഖജനാവിനെ ഓർത്ത് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അല്പം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ഏതെങ്കിലും ഒരു പദ്ധതി വെട്ടിച്ചുരുക്കുക, ആ കാശെടുത്ത് അപ്പോഴത്തെ ആവശ്യങ്ങൾ നിർവഹിക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കടം തീർക്കാൻ വേണ്ടി പദ്ധതികൾ വെട്ടിച്ചുരുക്കാൻ തീരുമാനിക്കുന്ന ഒരു സർക്കാരാണല്ലോ കേരയിൽ പോലെയുള്ളൊരു വലിയ പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് പോലും സത്യത്തിൽ ചിരി വരാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് ഒരു പ്ലാൻ ബി എന്ന നിലയിൽ സർക്കാർ ഈടാക്കുന്ന ചില ഫീസുകളും ചില സെസ്സുകളും വർദ്ധിപ്പിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ നടപ്പാക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇനിയും വിരൽ ചൂണ്ടി സംസാരിക്കാൻ വന്നേക്കരുത്.